welcome back. It's me, eFootball Gamers, aka Fizan. അപ്പോൾ നമ്മളിന്ന് ഈ ഫുട്ബോളിൻ്റെ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിക്കണം. അപ്പോൾ ഇന്ന് മൈ ലീഗാണ്, എപ്പിസോഡ് 9. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കൂട്ടുകാരോടൊക്കെ പറയണം ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഞാൻ എപ്പോഴാണ് ലോഗിൻ ചെയ്യണത്, കാലത്ത് ലോഗിൻ ചെയ്തില്ല. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് റിവാർഡ്സ് ഒക്കെ എടുത്തിട്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇത് മറ്റേ വേൾഡ് വൈഡ് ആനിവേഴ്സറിയുടെ ഇത്. സോ സൗണ്ട് കൂടുതൽ, ഓഡിയോ കുറയ്ക്കാം. ഓക്കെ, സ്റ്റേഡിയം കമൻട്രി എല്ലാം ഇച്ചിരി വെച്ച് കുറക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ നടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇത് നമുക്കിനി ഡെയിലി ഗെയിം പെനാൽറ്റി അടിക്കണം. ഗൈസ്, അപ്പോൾ പെനാൽറ്റി കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ സ്കിപ്പ് അടിക്കുക, കിട്ടുമോ നോക്കുക. എടാ ഒരെണ്ണം കൂടി, അത് നാളെ കിട്ടുള്ളൂ. ഡാർക്ക് കുറേ പ്രതീക്ഷ വെച്ചു. ഓക്കെ, നമുക്കപ്പോൾ മൈ ലീഗിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. സെലക്ട് ചെയ്ത് ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ കാഡീസ് നായിട്ടാണ് കളി. ഓക്കെ, നമുക്ക് അത് കളിക്കാം. ആരെങ്കിലും വാങ്ങിക്കണോ? മറ്റേ ഉണ്ടാവും. ഓക്കെ, എക്സ്ക്യൂസ് മീ ഗൈസ്. അപ്പോൾ മത്തേസ് ബോക്സ് ടു ബോക്സ് ആണ്. നമുക്ക് ഇവനെടുക്കാം. സ്കിപ്പ് എടുക്കാൻ പറ്റില്ല. നോട്ട് ഇനഫ്ലി ഈ ഫുട്ബോൾ മൈ ലീഗ് പോയിൻ്റ്. ബോക്സ് ടു ബോക്സ്, വാവ്, പോളി കാർഡ്, ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നതിൽ സന്തോഷം. പക്ഷേ സോറി, ഐ വിൽ നോട്ട് ടേക്ക് ദാറ്റ്. പകരം ബോൾ കൺട്രോൾ, സ്റ്റാമിന എടുക്കുക ഗൈസ്. എൻ്റെ പ്ലേയേഴ്സിൻ്റെ സ്റ്റാമിന ഒക്കെ പെട്ടെന്നാണ് പറയുന്നത്. സ്റ്റാമിന ആണ്. സോറി, ടൈറ്റ് പൊസിഷൻ. ആറ് മാച്ചിനുണ്ട്. ഇതൊരു മാച്ച്. നമുക്കപ്പം വീഡിയോ തുടങ്ങാം. മാച്ച് റെയിനി മാച്ചാണ്. Great. 3-2-3-1. Sorry guys, പെട്ടപ്പം പ്ലേയേഴ്സ്, എൻ്റെ പൊന്നെ. നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഇറക്കാം ഗൈസ് ബാക്കിയുള്ളവർ. 104 വെക്കുമ്പോൾ ബ്രോ
പൊസിഷൻ അത് ആയിരിക്കും വെണ്ടൊന്നും പറയാ. എൻ്റെ പൊന്നു ഞാൻ കളിക്കുമ്പോൾ കാണിച്ചിട്ട് കാറുകൾ കണ്ടിട്ടെങ്കിൽ ഒരു ലെവലായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ കളി ഇതാ തുടങ്ങിയിരിക്കുന്നു. മാഡ്രിഡ് സമാർട്ടിൻ വേഴ്സസ് കാഡിസ് എ. അപ്പോൾ ഞാനിതാ കളിയിലേക്ക് പോകാം. ബാറ്റിസ്റ്റൂട്ടയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ബാറ്റിസ്റ്റൂട്ടയിൽ നിന്ന് റോഡ്രിയിലേക്ക് ഒരു പാസ്. റോഡ്രി കോസ്റ്റാ കുർട്ടാക്ക് കൊടുത്തിരിക്കുന്നു. കോസ്റ്റാ കുർട്ട ത്രൂ പാസ് ടു ലയണൽ മെസ്സി. ലയണൽ മെസ്സി വൺസ് അഗൈൻ ത്രൂ പാസ് ടു യുങ്ബർഗ്. അവിടെ ഇതാ ബെല്ലിംഗാമിന് ഇനിയൊരു ത്രൂ പാസ്. പക്ഷെ ബെല്ലിംഗാം ഓഫ് സൈഡ് ആയിരുന്നു. ഫുള്ളി ഹി വാസ് ഓഫ് സൈഡ്. അവിടെ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഒരു നിമിഷം. ഓക്കെ, റോസ ബാറ്റിസ്റ്റൂട്ട കിട്ടിയില്ല. ബെല്ലിംഗാം ബാറ്റിസ്റ്റൂട്ട എടാ കിട്ടിയില്ലടാ. ജസ്റ്റ് മിസ് മൊത്തം പോയി. കോസ്റ്റാ കുർട്ട ബാറ്റിസ്റ്റൂട്ട ഷൂട്ട് അടിച്ചില്ല. ഫേക്ക് ചേട്ടാ ജസ്റ്റ് മിസ്. എടാ ആറായി വിക്ടർ ചസ്റ്റി എല്ലാവരും പിടിച്ച് സേവ് ചെയ്യണം. റിവാൾഡോ കോർണർ എടുക്കുന്നു. നോട്ട് എ സിംഗിൾ ചാൻസ്. മെസ്സിയിലേക്ക് ലാഗ് பார்த்துட்டீங்களா? அங்கே ஆள் இருக்காங்க, பார்த்து சொல்லுங்க. റോജർ മാർട്ടി, ജൂഡ് ബെല്ലിംഗാം, ബെല്ലിംഗാം കിട്ടിയില്ല. ജോസെ ദെ ലാ റോസ, റോജർ, സൊബ്രീനോ, യുംബ്, റിവാൾഡോ കിട്ടിയില്ല. അതും പോയി. വാട്ട് ഹാപ്പൻഡ് കളിയാണിത്. ഒന്നും നടക്കണില്ല. നമുക്ക് ഇതിൽ ഒന്നും നടക്കണില്ല. നോട്ട് എ സിംഗിൾ ഗോൾ. ഈ സമയത്തൊക്കെ നമ്മൾ അടിക്കേണ്ടതാണ്. കണ്ട ഒരെണ്ണം പോലും നടക്കണില്ല. ബെല്ലും ഗോളുണ്ട്. ലെഫ്റ്റ് പാസ്. ബ്രോ, the assist and the goal. എടാ അവിടെ അത് പാസ് ചെയ്ത് നോക്ക്. ആൻഡ് ഹീസ് ജസ്റ്റ് ലൈക്ക് തൊട്ടുള്ളൂ. ഒരു ചാൻസ് കിട്ടണില്ല. അതാണ് ഇവിടെ പ്രശ്നം. എനിക്ക് കൂടുതൽ ചാൻസ് കിട്ടണില്ല. കുറവ് ചാൻസേ ഉള്ളൂ. കളി ഇച്ചിരി പാടാ. ഓക്കെ, മെസ്സി എന്ന് പറയില്ല. റിവാൾഡോ, എങ്ങനെയാ ത്രൂ പാസ് വന്നിട്ട് മേലേക്ക് പൊക്കി വിടുമ്പോ അത് വന്നിട്ട് ഇതാകും. എൻ്റെ പേരെന്താ? ലോഫ്റ്റഡ് പാസ് ആവും. ഓക്കെ, നമുക്ക് പീറ്റർ ഷേക്കിനെ വെച്ചെടുക്കാം. കേറിയടാ.
പീറ്റർ ചെക്കിന്റെ അസിസ്റ്റ് കേറിയടാ. ഏതാ ഇത് ഗൈസ്? ബാറ്റിസ്റ്റൂട്ട ഒരു ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഹെഡിങ് എന്നിട്ട് പൊളിയാണ്. എനിക്ക് കുറച്ച് സൗണ്ടില്ലാണ്ട് കളിക്കാൻ പറ്റില്ല. അതവിടെ ഇച്ചിരി സീനാണ്. നമുക്ക് എന്താ ചെയ്യാൻ നടത്താല്ലേ? ഓക്കെ, ഞാനവിടെ സൗണ്ട് ഇത്തിരി കുറയ്ക്കുന്നുണ്ട് ഗൈസ്. കേൾക്കാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എനിക്ക് ഈ സൗണ്ട് ഇല്ലാതെ കളിക്കാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ബാറ്റിസ്റ്റൂട്ട ഹാട്രിക് ഗോൾ ലാസോ ഗൈസ്. ഫീൽഡ് ഓഡിയോ ഞാൻ ഇച്ചിരി കുറയ്ക്കാൻ പോകുന്നുണ്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് കേൾക്കുമെന്ന് തോന്നണില്ല. എനിക്ക് കേൾക്കുമെന്നല്ലാണ്ട് എനിക്ക് തോന്നണില്ല. അല്ലാണ്ട് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഫീൽഡ് ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയോ? കേൾക്കണ്ട? അയ്യോ, ബോള് ടച്ചായി പോണത് അത് നന്നായിട്ടുണ്ടല്ലേ? ദാറ്റ് ഈസ് ഗ്രേറ്റ്. നോക്കാൻ മറന്നു. ഓക്കെ, നമ്മൾ എപ്പോഴോ ഒരു ഫൗള് നടത്തിയിരുന്നു. എനിക്ക് ഓർമ്മയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും തോന്നുന്നു. കളി തുടങ്ങി. ഓക്കെ നടന്നില്ല. വൺസ് അഗൈൻ ലെറ്റ്സ് ട്രൈ. ഞാൻ ബെല്ലിംഗാമിന് ഇടാൻ നോക്കിയതായിരുന്നു, പക്ഷേ കേറുക. ജസ്റ്റ് മിസ്. ഇങ്ങനെ അഞ്ചാറ് ഗോൾ അടിച്ചിട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു ഓഫ് സൈഡ് ആയിട്ട് ഇതായിട്ടുള്ളൂ. ബെല്ലിംഗാം അവന്മാരെ എൻ്റെ ഇടയ്ക്ക് ഒരു ഗോൾ അടിച്ചു. അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല, കാരണം വീഡിയോ ലോങ് ആണ്. എൻ്റെ എല്ലാ വീഡിയോസും നിറയെ ലോങ് വീഡിയോസാണ്. ഒരു ഹാഫ് ആൻ അവർ വീഡിയോ, 45 മിനിറ്റ്സ് വീഡിയോ ഒക്കെ ആയ കാരണം ലോങ് വീഡിയോസാണ് അത്. അപ്പോൾ ടൈമിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇല്ല, നടക്കുന്നില്ല. ഓക്കെ ഗോളി. എന്ത് ഗോൾ കീപ്പർ ഇങ്ങനെയൊന്നും കളിക്കില്ല ഗൈസ്, മുന്നിൽ കയറിയൊന്നും വരത്തില്ല. എടാ, ഗോള് നല്ല ഗോളായിരുന്നു കേട്ടോ. നട്ട്മഗ് ഗോൾ ബൈ മെസ്സി. Man of the match, Gabriel Batistuta. Man, 4-1. Nice match. 8.5. Man, after a long time 8.5 എനിക്ക് കിട്ടണത് പൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് മാച്ച് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. ബാർസലോണ 2-0 ജയിച്ച ബാർസ. അത് കാര്യമല്ല. We are doing it. എല്ലാം എക്സ്പയർ ആയി എന്ന് പറയാൻ കൂടി.
one match by at least 2 goals. ജയിച്ച 6 points. ഇതിലൂടെ സോൾഡ് ഔട്ട് പ്ലീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കളി പോയി ഇത് എടുക്കുക. പ്രാവശ്യം ഡിഫൻസ് നല്ലൊരു ഇതാക്കണം ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിഫൻസ് ഇറക്കിയപ്പോൾ എനിക്ക് കൂടുതൽ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. അത് കാരണം ഞാനിപ്പോൾ ഡിഫൻസ് കൂട്ടാൻ പോകുന്നു. ഓക്കെ, കെവിൻ ഡി ബ്രൂയിന കുറഞ്ഞു അത് കാരണം ഐ ആം ടേക്കിംഗ് ദിസ് ഫെല. ആൻഡ് ഞാൻ അവനെ ഇപ്രാവശ്യം ബാറ്റിസ്റ്റൂട്ടൊക്കെ ആകട്ടെ ഞാൻ ആദ്യം തന്നെ അവനെയാണ് കളിപ്പിക്കാൻ പോണത്. സൂപ്പർ സബ് അടുത്ത് ഹാഫ് ടൈമിന് ശേഷം ഇറക്കാം. ഇപ്പോഴും ഇറക്കാം. ഓക്കെ, നമുക്കിത് കളിക്കാം. വില്ലറിയാലിനെതിരെയാണ് പ്രിയ കളി. ഫൈനേ പറ്റത്തുള്ളൂ. സീസൺ വിന്റർ പോളെ. What? Guys, do you see this? Oof. Man, damn man. പൊളി പൊളിയടാ. എടാ നിന്റെ വേന നോക്കി. ഓഫ്, ഡാർക്ക് ബ്രോ. Everyone will be scared by him. Okay, Villarreal versus Real Madrid guys. Hala Madrid. കളി സ്റ്റാർട്ടായി. ജൂലി ഉണ്ട്. ജൂലി മറ്റേ ജാക്കി ചൻ ജൂലി. താണ്ടൂല. സ്കിൽ ഇഷ്യൂ അല്ല, കളിക്കാൻ പറ്റാണ്ടില്ല. പ്ലെയേഴ്സ് ഇഷ്യൂ ആണ്, സ്കിൽ ഇഷ്യൂ അല്ല ഗൈസ്. ഓ, ഗ്രേറ്റ് പാസ്. വാട്ടർ പാസ്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഈസ് അങ്ങോട്ടേക്ക് ഷൂട്ട് എടാ ഡിഫൻഡർ. ഗോൾ. ലാസോ. ഗൈസോ ഞാൻ ടൈം ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. നിങ്ങളത് കണ്ട എൻട്രിക്ക് അടിച്ചതാണ്. അയ്യ ആംഗിളിൽ നിന്ന് അടിച്ചത് നോക്ക്. പൊളി ഗൈസ്. ഈ എൻട്രിക്ക് വന്നിട്ട് ഫിനോമിനൽ ഫിനിഷിംഗ് ആണ്. പൊളി കാർഡ് ഗൈസ്. ഹീസ് നോട്ട് സ്റ്റോപ്പ് സ്കോറിങ്. ഇംഗ്ലീഷ് കിട്ടണ്ട, മലയാളം വരൂല എനിക്ക്. ഓക്കെ, എൻ്റെ ഡിഫൻസ് ഇച്ചിരി ഇതാണ്. ഓക്കെ, നോക്കാം. ജൂഡ് ബെല്ലിംഗം, എൻട്രിക്ക്. എനിക്ക് ഒന്ന് ലോങ് റേഞ്ച് അടിക്കണം ഗൈസ്. ഫിനോമിനൽ ഫിനിഷിന് ലോങ് റേഞ്ച് എങ്ങനെ ഇരിക്കും എനിക്കത് കാണണം. ഒരു നിമിഷം കേട്ടോ. ഓക്കെ എടാ അടിച്ചടാ ഗൈസ്. ഞാൻ ആ ഡിഫെൻഡിങ് 99 ഇട്ടത് ഉറപ്പീന്ന് തോന്നുന്നു. ഇവന്മാരെ അടിക്കാനും സമ്മതിക്കില്ല. നാശിച്ചത് ആകാക്ക് എടുത്തോണ്ട്
ഫൗൾ. എടാ അടിക്കാനൊന്നും സമ്മതിക്കടാ. അവന്മാരും അടിക്കൂല, നമ്മൾ അടിക്കാനും സമ്മതിക്കൂല. കടക്കാട് നമ്മളുടെ ഇന്ന് ബോൾ വാങ്ങിയിട്ട് പോയാൽ നമ്മൾ തിരിച്ച് ഒരു ചെറിയൊരു പണി കൊടുക്കും. റെഡ് കാർഡ് കിട്ടിയാലും കുഴപ്പമില്ല, അവൻ അടിയിൽ കിടക്കും ഉരുളണം. റെഫറി ഓടിച്ച് ഒരു റണ്ണ് വെക്കാന്ന് വെച്ചാൽ സെൻട്രൽ ലൈനിൽ നിന്ന് ട്രിബിൾ ആയതുകൊണ്ട് പോയിട്ട് അടിക്കില്ല. അതുപോലെ ഉപ്പ് എടുക്കാം. എടാ ജോൺ ഫോയ്ത്ത് ആരടാ? ഞാൻ കാർഡ് വാങ്ങിക്കാൻ പോയി, വെറുതെ പറഞ്ഞതാ. എനിക്ക് നമ്മുടെ പ്ലേയേഴ്സ് തന്നെ മതി. ജസ്റ്റ് ഇപ്പം തന്നെ രണ്ടാമത്തെ ഗോളായിരുന്നു. 3-2 എനിക്ക് 4-1 ജയിക്കണം. 4-1 ജയിക്കണം. നമ്മൾ ജയിക്കും. നമ്മൾ 4-1 ജയിക്കും. ഗെയ്സ് 4-2 ജയിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ മര്യാദയ്ക്ക് ബെക്കംബോറിന് വെച്ച് ഹെഡിങ് അടിക്കാൻ പോയപ്പോൾ അവന് കയറി വന്ന് അവൻ്റെ കൈകൊണ്ട് സേവ് ചെയ്ത് അവൻ്റെ കാലിലേക്ക് ഒന്ന് കൊടുത്തു. അത് വേണ്ടായിരുന്നു. ഞാൻ ആരും എന്താടാ ത്രൂ പാസ് കറക്റ്റായിട്ട് കൊടുക്കാത്തത്? ബിൽഡിംഗ അവൻ അങ്ങോട്ട് മുന്നിൽ ഓടറ. ഗൈസ് ഞാൻ കുറച്ച് ഇത് ചെയ്യാൻ പോകും. നമ്മുടെ 5ാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ അതായിരിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട് ഗൈസ്, സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ജി ബാറ്റിസ്റ്റൂട്ട വന്നു. ലയണൽ മെസ്സി, യമാൽ, എൻ്റെ വിനീഷ്യസിൻ്റെ കാർഡ് കുറേ മാച്ചുകളൊന്നും കളിച്ചിട്ടില്ല, കുറച്ച് മാച്ചേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ ലാഗ് അടിച്ച് കയറുന്നുണ്ട്. ഞാൻ ശരിക്കും ബാറ്റിസ്റ്റൂട്ടാക്കാണ് ഇടാൻ നോക്കിയത്. ആ ബോൾ അങ്ങനെ പോകാൻ പാടില്ല. What am I seeing here? Roda, what am I seeing here, bro? We don't like these things. Okay, there is Cristiano Ronaldo. Munji. അവിടെ ഞാൻ ശരിക്കും റൊണാൾഡോ അല്ലെങ്കിൽ ബാറ്റിസ്റ്റൂട്ടാക്ക് ഇടാൻ നോക്കി. ഇവന്മാർ ഒടിക്കാണ് കഴിച്ചത്. കാർലോസ് ഡിഫെൻഡിങ് 99 ഇട്ടേക്കും, ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് ഫുള്ളും വലിച്ചിടണം.
പീറ്റർ ചെക്ക്. പീറ്റർ ചെക്ക് നമ്മൾ ഒരിക്കലും ഓടിക്കത്തില്ല. അതാണ് പീറ്റർ ചെക്ക്. പക്ഷെ മെസ്സി ഓടിക്കും, അവന് ഓടിയില്ല. ഒടിയനാണ് അവരൊക്കെ. ഭ്രാന്താണ്. ബോളൊന്ന് വാങ്ങിക്കടാ നിങ്ങൾ. ബോൾ വാങ്ങിക്കല്ലേ ഗൈസ്. അടുത്തു വാടാ. കളി ജയിച്ച്. കളി എങ്ങനെയോ ജയിച്ചു. ഫുൾ ഡിഫൻഡ് ഇട്ട് ലാസ്റ്റ്. ബാർസ 5-2 ജയിച്ച. ഡാർക്ക് ഇതെന്തായാലും ഇതാകും, സീനാകും. അത് കാരണം ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഫോർമേഷൻ മാറ്റട്ടെ. കറക്റ്റായിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഫോർമേഷൻ. ലെജൻഡിയിലാണ് കളിക്കാൻ പോണത്. റൊണാൾഡോ ഇറങ്ങുന്നത്, വാൻ നിസ്റ്റൽറോയ് ഇറങ്ങണം. ലെജൻഡിയിൽ കുറേ നാൾക്ക് ശേഷമാണ് കളിക്കണത്. അതും ഈ ടീമിനായിട്ട്. ഈ ടീം ഒരു മാതിരി ടീമാണ്. ഒട്ടും ഇഷ്ടമല്ല ഈ ടീം. ഇവൻ ടാക്കേഫുസ കൂബോ, ഈ RMF, പിന്നെ ഈ സെൻട്രൽ ഫോർവേഡ്. വേറെ ആരില്ല. അവന്മാർ രണ്ടുപേരാണ് മെയിൻ. ഒരു നല്ല കളിയാണ് പേസ്കാർ രണ്ടെണ്ണം. പൊളി കളി പറയാനില്ല. സ്റ്റാർട്ട് ചെയ്തു. പൊസിഷൻ നമ്മൾക്കാണ്. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫുള്ളും കഴിയും. കാരണം ഇത് നല്ല ടഫാണ്. ലെജൻഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ടഫാണ്. ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നല്ല വലിയ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ എനിക്ക് ഈ കളി കണ്ട. ഇപ്പം തന്നെ ഞാൻ ബോൾ എടുക്കേണ്ടതായിരുന്നു. അവരവിടെ കളി വെറുതെ തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. കണ്ട ലുഡോച്ച് ക്യൂലിയൊക്കെ ഇവിടെ സിമ്പിളായിട്ട് കയറിപ്പോവും. ഇവിടെ നടക്കണില്ല. ഇവിടെ നിന്നൊരു ക്രോസ്, കമോൺ, ഹെഡിങ്. നടക്കണില്ല. അടിക്കടാ. ഒരു ഗോൾ അടിച്ചാൽ നമുക്ക് ഫുൾ ഡിഫെൻഡ് ചെയ്ത് നിന്ന് നമുക്ക് പിന്നെ കളിക്കാം. പിന്നെ ലെജൻഡ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ ലെജൻഡ് ഇതുവരെ ജയിച്ചിട്ടില്ല. ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ജയിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ ഇല്ല എടാ വാടാ.
ഗൈസ്, എനിക്ക് ലാഗ് ഇച്ചിരി സീനാവുണ്ട്. എടേ ഓക്കെ. ഒന്നും നടക്കണില്ല. ഭാഗ്യം. ഇങ്ങനെ ക്ലിയർ ചെയ്ത് തന്നെ കളിക്കണം ഗൈസ്, ഇല്ലാണ്ട് കളിക്കാൻ പറ്റത്തില്ല. അവരൊക്കെ സ്കില്ലൊക്കെ ഇട്ട് കളിക്കണം ഗൈസ്. എനിക്ക് സ്കില്ലിട്ട് എനിക്ക് അത്രയും ഇതില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിരിക്കും. അടിച്ച് ഇങ്ങനെയെങ്കിൽ അവരുടെ ഹാഫിൽ തന്നെ നമ്മൾ കൂടുതൽ കളിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും വർക്കൗട്ട് ആകത്തുള്ളൂ. എനിക്ക് ലാഗും അടിക്കണം ഫുള്ള്. ഇപ്പം മഴയല്ലേ, അത് കാരണം ഗെയിമിലല്ല, റിയൽ ലൈഫിലൊക്കെ മഴയല്ലേ. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇവിടെ ഇത്തിരി സീനുമാണ്. കമോൺ മാൻ ഗൈസ്, 1-0 തോറ്റ് കഴിഞ്ഞാൽ പോലും കുഴപ്പമില്ല. കാരണം ഞാൻ ഇത്രയും നാൾ തോറ്റിരുന്നത് 6-0 ആയിരുന്നു പണ്ടൊക്കെ തോറ്റിരുന്നത്. അത് കാരണം ഞാൻ കൂടുതൽ കളിക്കാറില്ല അത്. പക്ഷെ ഇപ്പോൾ ഫൈനലി 1-0 തന്നെ ജയിച്ചാൽ തോറ്റാൽ മതിയായിരുന്നു ഗൈസ്. പക്ഷെ ബാർസിലോണ ജയിക്കും ഗൈസ്, നമുക്ക് 2 ലോസ് ആകും. അപ്പോൾ നമ്മൾ അടുത്ത കളികളൊക്കെ കൂടുതൽ ഗോൾ അടിച്ച് പോയിന്റ് നേടി എടുക്കണം. ഈ ലാഗ് എന്തുകൊണ്ട് ലാഗടാ? അതാ ഔട്ട് പോയിട്ടില്ല. യെസ് ഗൈസ്, ഞാൻ അടിച്ച് ഞാൻ ഗോൾ അടിച്ച് ഫൈനലി മാൻ ഒരു ഗോൾ അടിച്ചു. ഫുൾ ഡിഫൻഡിലേക്ക് പോകുക, ഡ്രോ ആകട്ടെ, അതാണ് നമ്മൾക്ക് നല്ലത്. അല്ല ഇപ്പൊ ഇനി നല്ലതല്ല. ഇത്രയും ലാഗ് വേണ്ട നെറ്റ്, ഇത്രയും വേണ്ട. നിങ്ങൾക്ക് ലാഗ് കാണുന്നുണ്ട്, എനിക്കറിയത്തില്ല. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളയാം. ഞാൻ കുറച്ചു നേരം വീഡിയോ പോസ് ചെയ്യണ്ട. കളി ഡ്രോ ആയി, ജയിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല. അവർക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നു, നമുക്കൊരു ചാൻസ് കിട്ടിയിരുന്നു. ബാർസ കണ്ടടാ 5-0 ജയിച്ചു. 2 ഡ്രോ. അവർക്ക് ഇച്ചിരി ഡാർക്കാണ് ഗൈസ്. സോ നമ്മുടെ അടുത്ത കളി പാംപ്ലോണ ആയിട്ടാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ
അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.